ഹായ്. ഇപ്പം എല്ലാവരും ഓണത്തിൻ്റെ ആരവം കഴിഞ്ഞ് ബഹളങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും സ്വസ്ഥ സമാധാനമൊക്കെ ആയിട്ട് വീടുകളിൽ തന്നെ ഉണ്ടല്ലോ എല്ലാവരും. അന്ന് ഓണത്തിൻ്റെ അന്ന് വന്നതേ ഉള്ളൂ. പിന്നെ സമയമില്ലായിരുന്നു ഡ്യൂട്ടിയും കാര്യങ്ങളുമായിട്ട്. ഇപ്പം എല്ലാ ദിവസവും ഫുള്ള് ഡ്യൂട്ടിയാണ്, 8 മണിക്കൂർ ഡ്യൂട്ടിയുണ്ട്. അപ്പം റൂമിലൊക്കെ എത്തുമ്പോൾ ലേറ്റാവും. പിന്നെ ഇന്നിപ്പം വെള്ളിയാഴ്ചയായിട്ട് ഓഫായിട്ട് എനിക്ക് ഓവർ ടൈം ഉള്ളതല്ലേ. ഇന്നിപ്പം താത്ത നാട്ടിൽ പോയിരിക്കുന്നു. താത്തയുടെ വീട്ടിലെ പാല് കാച്ചി ഇനോഗ്രേഷനായിട്ട് അങ്ങനെ പോയിരിക്കുകയാണ്. അപ്പം ഇനി അടുത്ത മാസമേ വരത്തുള്ളൂ. അപ്പം റൂമിൽ തന്നെ രാവിലെ എഴുന്നേറ്റില്ല. ഇന്നത്തെ എഴുന്നേൽക്കാനൊക്കെ ലേറ്റായി, പോകണ്ടല്ലോ. അപ്പം എഴുന്നേറ്റ് കബോർഡെല്ലാം അടുക്കി പറക്കി, കബോർഡിൽ ഡ്രസ്സുകളെല്ലാം എണ്ണം എടുത്തിടുമ്പോഴത്തേന് ചൊരിഞ്ഞ് താഴെ വീഴുന്നതുകൊണ്ട് എല്ലാം അതൊക്കെ അടുക്കി പറക്കി വേണ്ടാത്ത ഡ്രസ്സൊക്കെ ത്രോ ചെയ്യാനൊക്കെ എടുത്തു വെച്ച്. കാരണം എന്ന് വെച്ചാൽ ഡ്രസ്സൊക്കെ കളയാൻ തോന്നില്ല, വിഷമമാണ് കളയാനായിട്ട് എത്ര പഴയതായാലും. അത് നാട്ടിലായാലും അങ്ങനെ തന്നെ. എന്നാലും സ്ഥലമില്ലാത്തതുകൊണ്ട് കുറച്ചൊക്കെ എല്ലാം എടുത്ത് മാറ്റി വെച്ച് കളയാനായിട്ട് എല്ലാം അടുക്കി പെറുക്കി ഒതുക്കി ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് നമ്മളെ ബെഡിൻ്റെ അടിയൊക്കെ ക്ലീനാക്കി. അങ്ങനെ അതൊക്കെയായിരുന്നു പണി. അതെല്ലാം കഴിഞ്ഞ് കുളിച്ച് കുറച്ച് ഡ്രസ്സൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകിയിട്ടിട്ട് അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങളുമായിട്ട് കുറച്ച് നേരം സംസാരിക്കാമെന്ന്. അപ്പം ഇന്നത്തെ പരിപാടികളൊക്കെ ഇതൊക്കെയായിരുന്നു. പിന്നെ ഓണമായിട്ട് നമ്മളൊന്നും സദ്യ കഴിക്കാൻ പറ്റില്ല. രാവിലെ പായസം വെച്ചതേ ഉള്ളായിരുന്നു. കാരണം ഇവിടെ വന്നിട്ട് കഴിച്ചിട്ട് പോകാനുള്ള സമയവും നമുക്കില്ലല്ലോ. അപ്പോൾ ഓർഡർ ചെയ്തതായിരുന്നു, പക്ഷേ അത് ക്യാൻസലായിപ്പോയി. അതുകൊണ്ട് കഴിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്നിപ്പോൾ ഊണിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രശ്മി വരുമ്പോഴത്തേന് കൊണ്ടുവരും. അപ്പം നമുക്കന്ന് ഊണ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് വിഷമം വരുന്നു, സദ്യ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ ഇന്ന് കഴിക്കാമെന്നും പറഞ്ഞിരിക്കുന്നു. പിന്നെ ഞാൻ ഈ കൊച്ചു വീഡിയോ ഒക്കെ ചെയ്യുന്നത് എല്ലാവരും കണ്ടിട്ട് പോവാതെ ഷെയർ ചെയ്യുകയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണമെങ്കിലല്ലേ ഈ സമയമില്ലാത്ത സമയത്ത് ഇത് ചെയ്യുന്നതിന് എനിക്ക് ഒരു സന്തോഷമൊക്കെ തോന്നത്തുള്ളൂ. അപ്പോൾ എല്ലാവരും പറ്റുന്ന കണക്കൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവരും സന്തോഷവും സമാധാനമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ.